ബാങ്ക് ജീവിതത്തിലെ ടാർഗറ്റുകളിൽ നിന്നും പാരാമീറ്ററുകളിൽ നിന്നും പിരിമുറുക്കങ്ങളിൽ നിന്നും മാറി ഒന്നിച്ചിരിക്കാനും ഒത്തുല്ലസിക്കാനും മതിമറന്ന് ചിരിക്കാനും ആട്ടവും പാട്ടവും സന്തോഷവും നിറഞ്ഞ ഒരു വേദി. Yes, here we comes with Samanaya 2024 presented by CBOA Palakkad ധർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാദിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾ തളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗതന്ത്രി നീട്ടി പ്രിയപ്പെട്ട DGS ശ്രീ ശ്രീകാന്ത് സാർ, RODM ശ്രീ സയ്യിദ് സാർ, LDM ശ്രീ ശ്രീനാഥ് സാർ, RODM ശ്രീ ശങ്കർ സാർ, സെൻട്രൽ കമ്മിറ്റി മെമ്പേഴ്സ് ശ്രീമതി സുപ്രജ, ശ്രീ വിനോദ് സാർ, നമ്മുടെ ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ സന്തോഷ് സാർ, ARS ശ്രീ നിതീഷ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ റിട്ടയർഡ് എംപ്ലോയീസ്, നമ്മുടെ പഴനി സാർ ഉൾപ്പെടെയുള്ളവർ, നമ്മുടെ മറ്റു റീജിയൻസിൽ നിന്നും വന്നിട്ടുള്ള ക്യാൻപാസ്, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, വെരി വാം ഗുഡ് മോർണിംഗ് ടു ഓൾ. CBOA പാലക്കാട് റീജിയനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ സന്തോഷവും ആഹ്ലാദകരവും ആയ ഒരു സുദിനമാണ് ഇന്ന്. കാരണം ഏറെക്കാലത്തെ ഒരു കാത്തിരിപ്പിന് ശേഷം, കൃത്യമായി പറഞ്ഞാൽ ഒരു 3 വർഷത്തിന് ശേഷമാണ് നമുക്കിന്ന് ഈ പരിപാടി സമന്വയ വീണ്ടും നമുക്ക് നടത്താൻ സാധിക്കുന്നത്. എല്ലാവരെയും കോർത്തിണക്കിക്കൊണ്ട് ഒരു പരിപാടി നമ്മുടെ ഒരു സ്വപ്നം തന്നെയായിരുന്നു. ഈ കഴിഞ്ഞ കാലയളവിൽ ഈ റീജിയണൽ കമ്മിറ്റിയുടെ ഒരു നിർബന്ധമായിരുന്നു
ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുക എന്നുള്ളത്. അത് എല്ലാവരെയും ഇതുപോലെ ഒരു റീജിയനിലെ 3 വർഷം നമ്മൾ വന്ന് വർക്ക് ചെയ്യുന്നു. ആ റീജിയനിലെ ഓരോ സഹപ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് അവരുടെ കലാവാസന പ്രദർശിപ്പിക്കാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് മുന്നിൽ അവതരിപ്പിക്കാനുമായിട്ടൊരു അവസരം. അത് ഇതുപോലെ പരസ്പരം പരിചയപ്പെടാനും അതുപോലെ തന്നെ കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഒക്കെയായി ഇതുപോലൊരു പരിപാടിയാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നത്. അത് ഏറെ വൈകിയാണെങ്കിലും ഒരുപക്ഷെ 2021 ശേഷം ഏറെ വൈകിയാണെങ്കിലും നമുക്ക് ഇപ്പോൾ നടത്താൻ കഴിയുന്നു എന്നുള്ളത് പാലക്കാട് റീജിയണൽ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം റീജിയണൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് എനിക്കും വളരെ അഭിമാനവും സന്തോഷകരവും നിങ്ങളെല്ലാവരും ഇന്ന് ഈ വേദിയിൽ ഒത്തുചേർന്നത് വളരെ സന്തോഷം തന്നെയാണ്. ഒരുപക്ഷെ മറ്റെല്ലാ പരിപാടികളും നമ്മുടെ മെഡിക്കൽ ക്യാമ്പ്, വനിതാ ദിനം, ഇങ്ങനെയുള്ള എല്ലാ പരിപാടികളും നമുക്ക് വളരെ ലളിതമായും പെട്ടെന്നും നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഒരു കൾച്ചറൽ ഇവന്റ് നടത്തുമ്പോൾ ഇന്നും ഒരു ആശങ്ക തന്നെയാണ്. മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഇതുപോലൊരു പരിപാടി നമ്മൾ ഉദ്ദേശിച്ചത് 2020-ലാണ്. അന്ന് ആ പരിപാടി നമ്മുടെ കോവിഡും ക്വാറന്റൈനും ഒക്കെ കൊണ്ടുപോയി അന്ന് നടത്താൻ സാധിച്ചില്ല. അതുപോലെ 2021 നമ്മൾ ഈ പരിപാടി പ്ലാൻ ചെയ്തിരുന്നു. അന്ന് ഏകദേശം അന്നത്തെ പരിപാടിയുടെ നടത്തിയുമായി ബഹുദൂരം മുന്നോട്ട് പോയി. എങ്കിലും അന്ന് ഇതുപോലെ കോവിഡിന്റെ 2ാം വരവോടുകൂടെ നമുക്ക് ഏകദേശം പരിപാടി നിർത്തിവെക്കണം എന്നൊരു സാഹചര്യം വരെയുണ്ടായി. പക്ഷേ അന്നത്തെ സമന്വയ കമ്മിറ്റി വളരെ സ്ട്രോങ് ആയി അല്ലെങ്കിൽ നിലപാടെടുത്തു. അന്നത്തെ റീജിയണൽ സെക്രട്ടറി ശ്രീ പഴനി സാറുടെ പിന്തുണയോടുകൂടെ എല്ലാവരും അന്നത്തെ കമ്മിറ്റി അംഗങ്ങളെല്ലാം ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനത്തിന്റെ ഫലമായി അന്ന് ആ പരിപാടി നടത്താൻ സാധിച്ചു. വൻ വിജയമായിരുന്നു. ആ ഒരു ഓർമ്മകളോട് കൂടിയിട്ടാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തു നിന്നും കോയമ്പത്തൂരിൽ നിന്നെല്ലാം പലരും ഇന്ന് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്, എത്തിച്ചേരും ഒരു ദിവസത്തെ അവധിയായിട്ട് പോലും. അപ്പോൾ അതിനേക്കാൾ മികച്ചൊരു ഓർമ്മ ദിനം അല്ലെങ്കിൽ ഒരുപാട് ഓർമ്മകൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ഒരു ദിവസമാവണം ഇന്ന് എന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കും നിർബന്ധമുണ്ട്. ഓരോ റീജിയണൽ കമ്മിറ്റി അംഗങ്ങൾക്കും നിർബന്ധമുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ 2023 ഒരു പരിപാടി നടത്താൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ അന്ന് കേരളത്തിൽ കൾച്ചറൽ ഇവന്റുകളുടെ എണ്ണം കണ്ണൂര്, മലപ്പുറത്ത്, കോട്ടയത്തെല്ലാം നടത്തുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ നമുക്ക് അനുമതി ലഭിച്ചില്ല. അങ്ങനെയാണ് 23 നടക്കാതെ പോയത്. 24 അതുപോലെ ഒരു കൾച്ചറൽ ഇവന്റ് പ്ലാൻ ചെയ്തപ്പോൾ ഇത്തവണ പ്ലാൻ ചെയ്ത് വളരെ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നുവെങ്കിൽ പോലും അന്ന് നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾ നേരിട്ട ഒരു പ്രതിസന്ധി ഇതൊന്നുമായിരുന്നില്ല. പ്രോഗ്രാമുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. പക്ഷെ എങ്കിൽ പോലും എനിക്കും കൃഷ്ണകുമാർ സാറിനും ഏറെക്കുറെ ഉറപ്പായിരുന്നു പാലക്കാടിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ആദ്യം മാത്രമേ സഭാകമ്പം ഉണ്ടാവുള്ളൂ. ഇന്നത്തെ നമ്മുടെ ഒരു മീറ്റിംഗ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഉള്ളതിനെക്കാട്ടിലും ഒരു മണിക്കൂർ കഴിഞ്ഞാലുള്ള ഒഴുക്ക് വളരെയധികം ഉറപ്പായിരിക്കും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു വൈകിട്ട് ഏതെങ്കിലും ഒരു മീറ്റിംഗ് വെച്ചാൽ പോലും വളരെയധികം തള്ളിക്കയറ്റം ഒരു 80-100 പേരുടെ പരിപാടി നമുക്ക് ജേക്കബ് സാർ ഒന്ന് വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്യണമെങ്കിൽ പോലും പാലക്കാട് റീജിയനിൽ അങ്ങനെ ഒരു പങ്കാളിത്തം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെയാണ് ഇത്തവണത്തെ കൾച്ചർ പ്രോഗ്രാമുകളുടെ എണ്ണവും. ആദ്യമൊന്നും ആരും രജിസ്റ്റർ ചെയ്തിരുന്നില്ല എങ്കിലും ഇപ്പോൾ പ്രോഗ്രാം 20-25 പക്ഷെ നമ്മളിപ്പോൾ ആൾക്ക് ഒരു പ്രോഗ്രാം എന്ന് വെച്ച് പരിമിതപ്പെടുത്തുകയായിരുന്നു. ഇപ്പോൾ അത്യാവശ്യത്തിന് പ്രോഗ്രാമും ബാക്കി എല്ലാ കാര്യങ്ങളുമായി ഇന്ന് അങ്ങനെ ഈ സമന്വയം 2024 ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇന്ന് നമ്മളെല്ലാവരും ഇനി പരിപാടി വിജയിപ്പിക്കുക എന്ന കൂട്ടായ ഉത്തരവാദിത്തമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളത്. എത്തിച്ചിരിക്കണം. അത് ഒരു മെസ്സേജായിട്ട് മാറുകയും നമ്മുടെ കേരള സമൂഹത്തിൽ ഈ പറയുന്നത് പോലെ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ ഈ പറയുന്ന റെസിഡൻസ് അസോസിയേഷൻ അല്ലെങ്കിൽ പെൻഷനേഴ്സ് അസോസിയേഷൻ പണ്ട് നേരത്തെ എന്തിനു പറയാം രാഷ്ട്രീയ പാർട്ടികൾ വരെ ഇപ്പോൾ ഈ കുടുംബ സംഗമങ്ങളിലോട്ട് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്നതുപോലെ നമ്മളെപ്പോലെ വളരെയധികം തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ഈ ഒരു നമ്മൾക്ക് ഈ ഒരു ഇത്തരത്തിലൊരു സാംസ്കാരിക വേദി ഒരുക്കി ഒരു കുടുംബ സംഗമം പോലെ എല്ലാവരും തമ്മിൽ പരിചയപ്പെടാനും അതുപോലെ ഇൻട്രാക്ട് ചെയ്യാനും ചെയ്യുന്ന ഒരു അവസരം കൂടിയാണ് നമ്മൾ CBOI പാലക്കാട് റീജിയൻ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ അതിൽ നിങ്ങളെല്ലാവരുടെയും പല രീതിയിലുള്ള സഹായങ്ങളും ഇവിടെ ഉണ്ട്. ഇനിയും വീണ്ടും തുടരണം. വീണ്ടും നമ്മൾക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് മാത്രമേ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. എല്ലാം റീജിയണൽ സെക്രട്ടറി ഏതാണ്ട് പറഞ്ഞു കഴിഞ്ഞു. ഉദ്ഘാടന കർമ്മത്തിനായി ശ്രീകാന്ത് സാറിനെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട
RO ഡിവിഷൻ മാനേജർ സതീഷ് സർ, ബഹുമാന്യനായ റീജിയണൽ ചെയർമാൻ സന്തോഷ് സർ, എൻ്റെ പ്രിയപ്പെട്ട റീജിയണൽ സെക്രട്ടറി ധനീഷ്, ബഹുമാനപ്പെട്ട RO DM ശങ്കർ സർ, എൻ്റെ സുഹൃത്തും സഹോദരനും ഒക്കെയായ നമ്മുടെ LDM ശ്രീനാഥ്, സെൻട്രൽ കമ്മിറ്റി മെമ്പർ ശ്രീ വിനോദ്, വനിതകളുടെ നേതാവും CC മെമ്പറുമായ സുപ്രജ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സമന്വയ 24. സമന്വയം എന്ന് പറഞ്ഞാൽ തന്നെ കോർഡിനേഷൻ എന്നാണ്. ഈ പ്രോഗ്രാമിൻ്റെ വിജയം എന്ന് പറയുന്നത് നല്ല കോർഡിനേഷൻ തന്നെയാണ്. ഇതുപോലൊരു പ്രോഗ്രാം നമുക്ക് നടത്തി വിജയിപ്പിക്കണമെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള അധ്വാനം എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബ്രാഞ്ച് വിസിറ്റിന് ഇവിടെ വന്നപ്പോൾ ഇന്ന് അവതരിപ്പിക്കാനുള്ള കലാപരിപാടികളുടെ റിഹേഴ്സൽ ഇവിടെ നടക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ബാങ്കേഴ്സിന് ഒരു കാര്യത്തിനും സമയമില്ലാത്തവരാണ്. വൈകുന്നേരം ജോലി കഴിഞ്ഞ് അവർ സന്ധ്യയ്ക്ക് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇന്ന് കലാപരിപാടികൾ അവതരിപ്പിക്കാൻ വേണ്ടി. അപ്പം ഞാനപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അത്രത്തോളം ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണല്ലോ നമ്മുടെ ഓഫീസേഴ്സ്. നോക്കൂ, നമ്മളുടെ ബാങ്കിൽ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അടുത്ത കാലത്ത് ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാ ആളുകളും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഓഫീസേഴ്സാണ്. നമ്മുടെ ശ്രീനാഥും അതുപോലെ നമ്മുടെ വിനോദ് സാറൊക്കെ PhD ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിൽ കയറിയ ആളുകളാണ്. ഞാൻ 2001 കൽപ്പകഞ്ചേരി ബ്രാഞ്ചിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് അവിടെ പ്രൊബേഷൻ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തതാണ് നമ്മുടെ സജി സാർ, വളാഞ്ചേരി ബ്രാഞ്ചിൽ. അന്ന് പ്രൊബേഷൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടുകിട്ടാനില്ലാത്ത ഒരു വർഗമാണ്. വളരെ കുറച്ച് ആളുകളെയാണ് അന്ന് ബാങ്കിൽ പ്രൊബേഷൻ ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്നെല്ലാം ക്ലിനിക്കൽ പ്രൊമോട്ടേഴ്സാണ് ഓഫീസേഴ്സായിട്ട് വരുന്നത് കൂടുതൽ. അപ്പോൾ അത്രത്തോളം ഞാൻ പറഞ്ഞത്, അത്രത്തോളം അക്കാഡമിക് എക്സലൻസും മിടുക്കന്മാരുമായിട്ടുള്ള ആളുകളാണ് നമ്മുടെ ബാങ്കിൽ ജോയിൻ ചെയ്യുന്നത്. ഇവരെയൊക്കെ നന്നായി മോട്ടിവേറ്റ് ചെയ്ത് നല്ല ലീഡേഴ്സാക്കി വളർത്തിയെടുത്ത് ഈ ബാങ്കിനും സമൂഹത്തിനും ആവശ്യമുള്ളവരാക്കി മാറ്റിയെടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉണ്ട്. ഞാൻ പറഞ്ഞത് ലീഡർഷിപ്പ് തുടങ്ങുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ നിന്നാണ്. ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണെന്ന് ഗാന്ധിജി പറഞ്ഞെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ബാങ്കുകളുടെ ആത്മാവെന്ന് പറയുന്നത് ബ്രാഞ്ചിലാണ്. വളർത്താനും നിങ്ങളോടൊപ്പമുള്ളവരെ നന്നായി മോൾഡ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുവരാനും ലോകത്തെ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള സ്ഥലങ്ങളെക്കുറിച്ച് നടത്തിയ പഠനത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം, അവിടെ എല്ലാം നല്ല കൂട്ടായ്മകൾ ഉണ്ടായിരുന്നുള്ളതാണ്. ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്നൊരു കൂട്ടായ്മ ഉണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ ആയുസ് പോലും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്. അതുകൊണ്ട് ഇത്തരം കുടുംബശ്രമങ്ങൾ ഇനിയും നടക്കട്ടെ, നിങ്ങളൊക്കെ തമ്മിലുള്ള കോർഡിനേഷനും ബന്ധവും വർദ്ധിക്കട്ടെ, അങ്ങനെ നല്ല രീതിയിൽ നിങ്ങൾ ബാങ്ക് പെർഫോം ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. അതായത് ബാങ്ക് കൗൺസിലേഴ്സിനെ വയ്ക്കാൻ പോകുന്നു. അതായത് വർക്ക് പ്രഷർ കാരണം ഏതെങ്കിലും സ്റ്റാഫിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരെ കൗൺസിൽ ചെയ്യാൻ വേണ്ടി ബാങ്ക് എംബാങ്ക് ചെയ്യാൻ പോകുന്ന കൗൺസിലേഴ്സ് അത്രത്തോളം വർക്ക് പ്രഷർ ഉണ്ട്. അത് അതിൻ്റെ കാലഘട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാം. ഏറ്റവും വലിയ സന്തോഷകരമായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പുതിയ റാങ്കിങ് സംവിധാനം വന്നു. പാലക്കാട് ആണ് കേരളത്തിൽ, അതായത് ട്രിവാൻഡ്രം സർക്കിളിൽ നമ്പർ 1 RO. അതിന് എല്ലാത്തിനും ഫുൾ ക്രെഡിറ്റ് ബ്രാഞ്ചിലുള്ള വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ വർക്ക് ഫോഴ്സിനാണ്. അതിലെല്ലാവരും എൻ്റെ ROയുടെ സൈഡിൽ നിന്നും എല്ലാവരും സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ ടു ഓൾ ദി വർക്ക് സ്റ്റാഫ് ഹിയർ.
കാരണം നമ്പർ 1 ആകുമ്പോൾ ചെറിയ കാര്യമില്ല. നമ്മൾ 6 തുടങ്ങിയ കാലം ഈ റാങ്കിങ് തുടങ്ങിയ സമയം, അതായത് ഏപ്രിൽ നമ്മൾ 35 സ്ഥാനമായിരുന്നു. 36 ബ്രാഞ്ചുകളുള്ള ROകളുള്ള ഗ്രൂപ്പ് ബിയിൽ we were 35th out of 36 ROs. From there, slowly over this 10 months time, we have climbed back to number 1. That is not a small thing. You all should appreciate. I should appreciate everyone for this wonderful performance. ആരാധനായ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ശ്രീ PS ശ്രീകാന്ത് സാർ, നമ്മുടെ ROയിലെ ഡിവിഷണൽ മാനേജർമാരായിട്ടുള്ള ശ്രീ സജിത് സാർ, ശങ്കർ സാർ, അതുപോലെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള റീജിയണൽ സെക്രട്ടറി ശ്രീ ധനേഷ്, അതുപോലെ എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ശ്രീ വിനോദ്, അതുപോലെ സുപ്രജ മാഡം, നിതീഷ്, മറ്റ് കാനറ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പഴനിമല സാറ്, അതുപോലെ കാനറ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതുപോലെ കുടുംബാംഗങ്ങൾ. കഴിഞ്ഞ ദിവസം ധനേഷ് എന്നോട് പറഞ്ഞു, നമുക്കിങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്, ഈ പരിപാടിയിൽ സംബന്ധിക്കണം, നിങ്ങൾ എന്നെക്കുറിച്ചൊന്ന് തള്ളണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എടാ നിന്നെക്കുറിച്ച് എന്തിനാണ് തള്ളണത്? എന്നെക്കുറിച്ച് നീ വളരെ സുമുഖനും നീ വളരെ സുന്ദരനുമാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാമല്ലോ, നിന്നെക്കുറിച്ച് എന്തിനാണ് തള്ളണത്? അല്ല അങ്ങനെയല്ല, അത് നിങ്ങൾ പോലുള്ള ഒരാളുടെ വായിന്ന് കേട്ട് കഴിഞ്ഞിരുന്നാലും നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനത് പറയുകയാണ്. ധനേഷ് വളരെ നല്ലൊരു ആളാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നല്ലൊരു സംഘാടകനാണ്. അതുപോലെ തന്നെ ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല, നമ്മുടെ പിരിമുറുക്കങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വേദിയാണ് നമ്മുടെ ഈ സമന്വയ 2024. എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇപ്പോൾ ഈ ധനേഷിനെ കുറിച്ചിട്ട് ധനേഷ് പറഞ്ഞ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് എനിക്ക് പറയാൻ സാധിച്ചതെന്ന് പറഞ്ഞിരുന്നാൽ, നമ്മളൊരു കുടുംബമായിട്ട് ഇവിടെ സംഗമിക്കുകയാണ്. കുടുംബങ്ങൾക്കുള്ളിൽ മറച്ചു വയ്ക്കലുകളില്ല, ആരും ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, എല്ലാ പേരും ഷെയർ ചെയ്യാണ്. അങ്ങനെ നമ്മുടെ കഴിവുകളും നമ്മുടെ കഴിവ് കേടുകളും ഒക്കെ, ഞാനിപ്പോൾ എൻ്റെ കഴിവ് കേടാണല്ലോ നിങ്ങളടുത്ത് എക്സ്പോസ് ചെയ്യുന്നത്, അതുപോലെ കഴിവുകളും കഴിവ് കേടുകളും എല്ലാം അല്ലേ നമ്മുടെ ഫാമിലിയിൽ നമ്മുടെ കൂട്ടിൽ നമ്മളെല്ലാവരും ഇരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചളി പറയാറില്ലേ, ചെറിയ തമാശകൾ, പുറത്ത് പറഞ്ഞാൽ ചളി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മുദ്ര കുത്തുന്ന ചെറിയ തമാശകൾ നമ്മൾ പറയാറുണ്ട്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പ്രകടിപ്പിക്കാൻ സാധിക്കുന്ന ഒരു കൂട്ടായ്മയുടെ ഒരു ഉത്സവമാവട്ടെ സമന്വയ 24 എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ യോഗത്തിന് എത്തിയിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടെ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ടും ഈ എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യക്ഷവേദിയെ അലങ്കരിക്കുന്ന സുഹൃത്തുക്കളെ, എൻ്റെ പ്രിയപ്പെട്ട കനറൈറ്റ് മെമ്പർമാർ, ഫാമിലി മെമ്പേഴ്സ്, തീർച്ചയായിട്ടും അതെ, ഇവർ പറഞ്ഞത് അതല്ല, ഏപ്രിൽ 1 എൻ്റെ മകൻ്റെ മാരേജാണ്. അതിൻ്റെ തിരക്ക് തന്നെയാണ്. കഴിഞ്ഞ ആഴ്ച ഞാനിവിടെ 2 വർഷമായി ഇവിടെ ഈ ROയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരാഴ്ച ലീവ് എടുക്കുന്നത് ഇത്രയും കാലത്തിനിടയ്ക്ക്. കാരണം അങ്ങനെ ആവശ്യം വന്നിട്ടില്ല, വീട്ടിൽ വൈഫും ജോലിയുണ്ട്, അപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരുന്നും കാര്യമൊന്നുമില്ല. ആ തിരക്കിലാണ്. എങ്കിലും ശരി, ധനേഷ് പറഞ്ഞപ്പോഴത് പ്രത്യേകിച്ചും ROൻ്റെ റീജിയണൽ ഓഫീസിലും HR ഓവർസീയിങ് എക്സിക്യൂട്ടീവ് എന്നുള്ള എനിക്ക് തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കേണ്ട എൻ്റെ ചുമതലയാണെന്ന് ഇവിടെ തോന്നുന്നു. കാരണം ഇപ്പോൾ നമ്മൾ കനറ ബാങ്ക് പറഞ്ഞ ബിസിനസ് സ്ഥാപനത്തിനും ഇതിന് ഏറ്റവും മുതൽക്കൂട്ടായിട്ടുള്ള ഒരു ഇതാണ് HR എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വർക്ക് ഫോഴ്സ് തന്നെയാണ് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ശക്തി. അത് വേണമെന്ന് കഴിഞ്ഞാൽ ഫിക്റ്റീഷ്യസ് അസറ്റോ എന്ത് വേണമെന്ന് പറയാം. നമ്മുടെ ബാങ്കിങ് ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളും തിരക്കുകൾക്കും ഇടയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ CBOA റീജിയൻ ഒരുക്കി തന്നതിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും ഞാൻ അറിയിച്ചുകൊള്ളുന്നു. CBOA പാലക്കാട് റീജിയൻ ഇത് 2ാം തവണയായിട്ടാണ് സമന്വയം നടത്തുന്നത്. ഇത് നമുക്കറിയാം, ഇതൊരു കൂട്ടായ പ്രവർത്തനം, ടീം സ്പിരിറ്റ്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടി 2ാം തവണയും നല്ല രീതിക്ക് ഒരുക്കാൻ കഴിഞ്ഞത്. ഇത് കുടുംബത്തോടു കൂടി ചേർന്ന് നടത്തുന്നതിൽ എല്ലാവർക്കും ഒരു ഓർമ്മയോടുകൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ച് കൊണ്ടുപോകാൻ സാധ്യമാകട്ടെ. അദ്ദേഹം 2 ആഴ്ചകളിൽ 2ാമത്തെ തവണയാണ് പാലക്കാട് നമ്മുടെ പരിപാടിക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിനുള്ള നന്ദി ഞാൻ കാനറ ബാങ്ക് CBOA പാലക്കാടിൻ്റെ പേരിൽ ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അതുപോലെ തന്നെ റീജിയണൽ ഓഫീസിൽ നിന്നുള്ള ഡിവിഷൻ മാനേജേഴ്സ് ശങ്കർ സാർ, സജിത് സാർ, അവർക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു. CC മെമ്പേഴ്സ്, അതുപോലെ തന്നെ ലീഡ് ബാങ്ക് മാനേജർ ശ്രീനാഥ് സാർ, ഇവർക്കുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തിക്കൊള്ളുന്നു.
खिला है, जुल्फ कनेरी शाम है क्या, सागर जैसी आंखों वाली, ये तो बता तेरा नाम है क्या, चेहरा है या चांद खिला है, जुल्फ कनेरी शाम है क्या, सागर जैसी आंखों वाली, ये तो बता तेरा नाम है क्या। हाँ तू क्या जाने तेरी खातिर कितना है बेताब ये दिल, तू क्या जाने देख रहा है कैसे कैसे ख्वाब ये दिल। दिल कहता है तू है यहाँ तो जाता लम्हा थम जाए, वक्त का दरिया बहते बहते इस मंजर में जम जाए, तूने दीवाना दिल को बनाया, इस दिल पर इल्जाम है क्या, सागर जैसी आंखों वाली, ये तो बता तेरा नाम है क्या। तो आज मैं तुझसे दूर सही और तू मुझसे अनजान सही, तेरे साथ नहीं पाऊं तो खैर तेरा अरमां सही। ये अरमां है शोर नहीं हो, खामोशी के मेले हो, इस दुनिया में कोई नहीं हो, हम दोनों ही अकेले हो, मेरे सपने देख रहा हूँ और मेरा अब काम है क्या, सागर जैसी आंखों वाली, ये तो बता तेरा नाम है क्या, चेहरा है या चांद खिला है, जुल्फ कनेरी शाम है क्या, सागर जैसी आंखों वाली, ये तो बता तेरा नाम है क्या। എന്നെ ആരും ഒന്ന് കൈയൊന്നും അടിക്കാൻ നല്ല സൂപ്പറായിട്ട് അടിച്ചു തുടങ്ങുന്നേ. എനർജി പോരാന്നാ പറയുന്നത്. അതെ നമ്മുടെ തുടക്കല്ലേ ആയുള്ളൂ, ഒന്ന് അടിച്ചു കയറ്. എല്ലാരും കൈ കെട്ടിയിരിക്കുകയാണോ? പോരാ, നന്നായി. ഇനി ഇത് ജസ്റ്റ് തുടക്കമായിട്ടുള്ളൂ, ഇനി കൈയടി അങ്ങ് കൂടിക്കോളാനേ പാടുള്ളൂ, കുറയാനൊട്ടും പാടില്ല. അടുത്തതൊരു ഗെയിമാണ്. ഗെയിമായിട്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നത് അതീനെ ഗോകുലുമാണ്. കുറച്ച് ഗെയിംസിലേക്കാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഗെയിംസ് കണ്ടിന്യൂസ് ആയിട്ട് പോകില്ല, ഇൻ ബിറ്റ്വീൻ ഗെയിംസിലുള്ള ആളുകൾ നിങ്ങളുടെ ഇടയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഫസ്റ്റ് ഗെയിം നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാണ്. അതിനെപ്പറ്റി അതിനെന്താണെന്ന് വെച്ചാൽ പറയുന്നതാണ്. ഇതാണ് നമ്മളൊരു ഓഡിയോ പ്ലേ ചെയ്യും. ഈ ഓഡിയോ ഏത് ഫിലിമിലാന്ന് പറയണം.
ഓക്കെ, ഇപ്പൊ 2 പാട്ട് കളിച്ചില്ലേ? അടുത്ത നമുക്ക് ഒരു ഡാൻസ് ആവാം. ഡാൻസ് കളിക്കാൻ എങ്ങനെ ഡാൻസ് ആവോ? അങ്ങനെ ഉണ്ടെന്ന് കൈ അടിക്കുന്നേ. ഓക്കെ, ഡാൻസ് കളിക്കാൻ വേണ്ടി നമുക്ക് വേദിയിലേക്ക് വരുന്നത് നമ്മുടെ RISലെ സുനിത മാഡത്തിന്റെ മോള് ഭുവനയാണ്. ഭുവന 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഭുവനയെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. Oh
Lady Gaga.
നെന്മാറയിലെ ഓഫീസിലാണ് നേരത്തെ ക്ഷണിക്കുന്നത് പാട്ട് പാടാൻ. കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി വീട്ടിൽ സൗഖ്യമാനാനെങ്കിൽ സൗഖ്യമേ ഉന്നെ എണ്ണി പാക്കയിൽ കവിത കൊട്ടത് അത് ഏതെന്നിക്കൽ വാർത്ത മുട്ടത് ഓഹോ കൺമണി അൻപോട്
പുരിയുമോ ശുഭലാലി ലാലിയേ ലാലി ലാലിയേ അഭിരാമി ലാലിയേ ലാലി ലാലിയേ ഓഹോ ലാ 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 La 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 ഓഹോ കൺമണി അൻപോട് കാതലൻ ഞാൻ എഴുതും കടിതമേ പൊന്മണി പൊൻ വീട്ടിൽ സൗഖ്യമാനാനിൻ്റെ സൗഖ്യമേ ഉன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது அது எழுத நினைக்கையில் வார்த்தை முட்டுது ஓஹோ லா 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 தேங்க்யூ Oh,
ലക്കി ഡ്രോ ആണ്. ഇവര് രാജു കൊണ്ടുവരുന്നുണ്ട്. സോ ആരെങ്കിലും ഒരാൾ അതിന്ന് എടുക്കണം, ലോട്ട് എടുക്കണം. കൈപൊക്കിയാൽ വോളണ്ടിയർലി കൈപൊക്കുന്ന ആൾക്ക് എടുക്കാം. ഇതിലൊരു സിനിമയുടെ പേരാണ്. ആളത് അഭിനയിച്ച് കാണിക്കും. ഉത്തരം അറിയുന്നവർ കൈപൊക്കണം. എല്ലാ ലോട്ടും ഇതുപോലെ അല്ല കേട്ടോ. ലക്കി ആയിട്ടുള്ളവർക്ക് ലക്കി ആയിട്ടുള്ള സാധനം കൈ പൊക്കണം. കണ്ണെഴുതി പൊട്ടുന്നുണ്ട്. ഓക്കെ, കറക്റ്റാണ്.
മലയാളത്തിൽ
അല്ല ബാങ്കിലുണ്ടെങ്കിൽ എടുക്കട്ടോ. കറക്റ്റാണ്. ഒട്ടുകുത്തടി ഉടവ ചുറ്റടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാം മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാം ചിക്കാം ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാം തെല്ലുരുകുന്നേ മുഖത്തിങ്കൾ മൂടുവാൻ കണിക്കൊന്ന മഞ്ഞണിയുന്നേ മണിക്കമ്മൽ തീർക്കുവാൻ ഒട്ടുകുത്തടി പുടവ ചുറ്റടി ചിക്കാൻ ചിക്കാൻ ചെയ്ത പെണ്ണെ ചിക്ക ചിക്കാൻ മുത്തെടുക്കടി മുടിയിൽ വെക്കടി ചിക്കാൻ ചിക്കാൻ
Oh,
പാടിക്കോ.
ആ